ഹലോ, നമസ്കാരം കൂട്ടുകാരെ. CSIR സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന്റെ വേക്കൻസി. CSIR സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. ഇവിടെ ഇതൊക്കെ നമുക്ക് ആദ്യം നോക്കാം, പോസ്റ്റ് ഏതൊക്കെയാണെന്ന്. ഇവിടെ പോസ്റ്റ് കോഡും നെയിം ഓഫ് ദ പോസ്റ്റും തന്നിട്ടുണ്ട്. ജൂനിയർ സ്റ്റെനോഗ്രാഫറുടെ വേക്കൻസി ഉണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതായത് 3 തരത്തിലുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. പല ഡിപ്പാർട്ട്മെന്റിൽ ആയതുകൊണ്ട് ഒരു ഡെസിഗ്നേഷൻ ഒന്നാണ്, പക്ഷേ പല ഡിപ്പാർട്ട്മെന്റിലാണ്. അതിന്റെ ആ കോഡും വേറെ വേറെയാ. ഇനി ഇങ്ങോട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ MTSന്റെ ഇത് കഴിയുമ്പോഴത്തേക്ക് MTSന്റെ വേക്കൻസി ഉണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കൊള്ളട്ടെ, ജൂനിയർ സ്റ്റെനോഗ്രാഫർക്ക് നിങ്ങൾക്ക് 12ാം ക്ലാസ് പാസ്സായാൽ മതി. അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് ഈ 3 പോസ്റ്റ് ഉണ്ട്. ഇതിന് നിങ്ങൾ 12ാം ക്ലാസ് മതി. ഈ ഒരു 12ാം ക്ലാസ് ഈ 4 പോസ്റ്റും 12ാം ക്ലാസിന്റെയാണ്. അത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി. അപ്പൊ ഇത്രയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് നമുക്ക് കിട്ടാൻ പാടാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് 12ാം ക്ലാസ് പാസ്സായവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അതും സെൻട്രൽ ഗവൺമെന്റിന്റെ വേക്കൻസിയാണ്. കിട്ടിയാൽ വളരെ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ആ നോട്ടിഫിക്കേഷൻ നോക്കി ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. ടെസ്റ്റിനെ പറ്റിയൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. ഞാൻ നോട്ടിഫിക്കേഷൻ കാണിച്ച അതിന്റെ ഓരോ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയോ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് പോവുകയോ ചെയ്ത് പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളാരും നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് പഠിക്കത്തില്ല. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. നിങ്ങൾക്ക് ഒരു പരീക്ഷ ഫീസ് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത് രണ്ടും ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾ എക്സാം എഴുതാൻ തയ്യാറല്ല, അല്ലെങ്കിൽ പരീക്ഷ ഫീസ് കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തിക്കുക. അല്ലെങ്കിൽ എന്റെ വീഡിയോ കൂടി വന്നാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റിൽ കൂടുതൽ ആരും കാണാറില്ല. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ഇതുപോലത്തെ നല്ല നല്ല വേക്കൻസികൾ നിങ്ങൾ പറയും ഞാൻ രാവിലെ ഇട്ടിരുന്ന വേക്കൻസി, അതും നിങ്ങൾക്ക് എഞ്ചിനീയർമാരുടെ, ഡിപ്ലോമക്കാർക്ക്, ITIയുടെ ഒക്കെ വേക്കൻസിയാണ് രാവിലെ ഇട്ടത്. കണക്കുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് കണക്കുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഈ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. പക്ഷേ എന്റെ ആ എഫക്ട്സ് നിങ്ങൾ ഓർക്കണം. ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഒരു 100ൽ ഒരാൾക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുമെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആ കാര്യം നിങ്ങളപ്പോ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. കുറഞ്ഞ പക്ഷം നിങ്ങൾ ഒരു 2-3 മിനിറ്റ് എങ്കിലും നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾ നോക്കണം, എന്റെ വീഡിയോയുടെ താഴെ പോയി എന്റെ ഒരു ചാനലിന്റെ താഴെ പോയി വീഡിയോകൾ നിങ്ങൾ സെർച്ച് ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കേരളത്തിന്റെ വേക്കൻസി ഇടുന്നത്, അതുപോലെ തന്നെ മറ്റുള്ള നോർത്ത് ഇന്ത്യയുടെ, സൗത്ത് ഇന്ത്യയുടെ, അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള വേക്കൻസികളായിരുന്നു. ഓക്കെ, നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു നോട്ടിഫിക്കേഷൻ. CSIR സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിന്റെ CSIRന്റെ ഈ ഒരു ഫുൾ ഫോം വരുന്നത്. ഇനി ഇത് നമ്മുടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ജനുവരി 23-ാം തീയതി ഇത് അപ്ലൈ സ്റ്റാർട്ടായി. ഇനി നമുക്ക് മാർച്ച് 2-ാം തീയതി വരെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേക്കൻസിയെ പറ്റി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. എങ്കിലും ഇതിന്റെ സാലറി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ആയിട്ട് ജൂനിയർ സ്റ്റെനോഗ്രാഫറുടെ വേക്കൻസിയാണ്. ഇത് ലെവൽ 4 ആണ്. 25,500 തൊട്ട് 81,100 വരെ സാലറി ഉണ്ട്. ഇവിടെ ഈ കാണിക്കുന്ന സാലറിയെ പറ്റി ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ 25,500 പറഞ്ഞിട്ട് ഇവിടെ 53,628 പറയുന്നു എന്ന്. അപ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഞാൻ നിങ്ങളെ ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളോട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. 18 തൊട്ട് 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 2 പോസ്റ്റാണ്. 19,900 തൊട്ട് 63,200 വരെ നിങ്ങൾക്ക് സാലറി ഉണ്ട്.
18 വയസ്സ് 18 തൊട്ട് 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് സെക്രട്ടേറിയറ്റ് തന്നെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നോക്കുന്നുണ്ട്. 3 വേക്കൻസി ഉണ്ട്. കാര്യം പല ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേക്കൻസി ഒരുപോലുള്ളതാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് 28 തൊട്ട് 35 വയസ്സ് വരെ പറയുന്നു. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് വരുന്നത് MDSന്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഉണ്ട്. ഇത് ഇത്രയും വരുന്നത് 25 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 18,000 തൊട്ട് 56,900 വരെ നിങ്ങൾക്ക് സാലറി ഉണ്ട്. ഇനി ഇവിടെ ഈ സാലറി കാണിച്ചിരിക്കുന്നത് ബാക്കി ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് 53,628 രൂപ കിട്ടും. അതുകൂടാതെ ഈ ഒരു പോസ്റ്റിന് 39,545 ആണ് ഇതിന്റെ. ഞാനിപ്പോൾ ഏജ് നിങ്ങളുമായിട്ട് സംസാരിക്കും. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ തന്നേക്കാം. നിങ്ങൾ ലിങ്ക് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. ഇതിന്റെ ഡിസിഗ്നേഷൻ പറഞ്ഞ്, പോസ്റ്റ് പറഞ്ഞ്, അതുകൂടാതെ പേ സ്കെയിൽ പറഞ്ഞ്, ടോട്ടലുള്ള ആ സാലറി പറഞ്ഞ്, നിങ്ങളുടെ ഏജ് പറഞ്ഞ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർക്ക് നിങ്ങൾക്ക് 10+2 ഇവിടെ പറഞ്ഞ്, ഞാൻ കള്ളമല്ല നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് 10+2 മതി. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫൈനാൻസ് അക്കൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ പല ഡിപ്പാർട്ട്മെന്റിലാണെന്ന്. ആദ്യത്തെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറലിലാണ്, അതിന് 10+2 വേണം. അതുകൂടാതെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസിലുണ്ട്, അതിന് നിങ്ങൾക്ക് 10+2 ആണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് 10+2 മതി. ഇനി ലാസ്റ്റ് വരുന്ന ഒരു വേക്കൻസി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ മെട്രിക്കുലേഷൻ പാസ്സായി, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. ഡിസർവ് ഇന്റർമീഡിയറ്റ് 12th ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ പ്രിഫറൻസ് കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി ഡിപ്ലോമ ഓഫ് 3 year ഡ്യൂറേഷൻ അക്വയർഡ് ആഫ്റ്റർ പോസ്റ്റിംഗ് 10th സ്റ്റാൻഡേർഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ് ഈക്വലന്റ്. നിങ്ങൾക്ക് ഡിപ്ലോമ പാസ്സായവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ ഉണ്ട്, 500 രൂപയാണ്. ഈ 500 രൂപ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ബിലോങ് ടു കാറ്റഗറീസ് അതർ ദാൻ ദ എബോവ്, ഈ മേളിലത്തെ, അതായത് ഈ മേളിൽ കാണിച്ചിരിക്കുന്ന വുമണ് നിങ്ങൾ പൈസ കൊടുക്കേണ്ട. SC ST PWBD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് പരീക്ഷ ഫീസ് ഒന്നുമില്ല. വുമൺ SC ST PWBD എക്സ് സർവീസ്മാൻ അതൊഴിച്ചു ബാക്കി എല്ലാവരും 500 രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. മോഡ് ഓഫ് എക്സാമിനേഷൻ, നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ട്. കമ്പാറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. OMR ബേസ്ഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എഴുതാം അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതാം. നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസിന്റെ ഉണ്ട്. അത് എത്രയൊക്കെ മാർഗമായത്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇംഗ്ലീഷിന്റെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രൊവിഷൻസ് ടെസ്റ്റ് ഇൻ സ്റ്റെനോഗ്രാഫിയുടെ ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റിൻ്റെയാണ്. അത് ഏത് കാര്യങ്ങളാണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് നോക്കുക. നിങ്ങളുടെ എക്സാമിനേഷൻ ഒരു മെട്രിക്കുലേഷൻ്റെ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 മണിക്കൂറത്തെ കാര്യമുണ്ട്. നിങ്ങൾ ഇതെല്ലാം നോക്കിയാൽ മതി. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വാചാലനാകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് നോക്കി ഞാൻ ഈ നോട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നത് അധിക കാര്യങ്ങളൊന്നുമില്ല. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെയൊക്കെ ഏജ് റിലാക്സേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് 5 വർഷത്തെ കൺസിഡറേഷൻ ഉണ്ട്. അതർ ബാക്ക്വേർഡ് ക്ലാസസ് 3 വർഷത്തെ ഉണ്ട്. PWBD 10 വർഷത്തെ ഉണ്ട്. PWBD OBC NCLന് 13 വർഷത്തെ ഉണ്ട്. PWBD SC STക്ക് ഉണ്ട് 15 വർഷത്തെ. PWBD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗവൈകല്യമുള്ളവർ. എക്സ് സർവീസ്മാന് 3 വർഷത്തെ ഉണ്ട്. ഇനി എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നെന്നുള്ളതാണ്. ഏജ് റിലാക്സേഷനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന അതിൽ നിന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് ഈ അപ്ലൈ ലിങ്കിലേക്ക് വന്ന് നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. ഈ അപ്ലൈ ലിങ്കിൽ നിങ്ങൾ നേരത്തെ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കാണത്തില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റേർഡ് യൂസർ ID എന്ന് ലോഗിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷനിൽ പോകണം. ഇവിടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇവിടെ നിങ്ങളുടെ എന്താണ്, മെയിലാണോ ഫീമെയിലാണോ എന്ന്, മിസ്റ്റർ ആണോ മിസ്സസ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിക്കും. ഞാൻ മിസ്റ്റർ ആയതുകൊണ്ട് മിസ്റ്റർ എഴുതി. നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കണം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കണം, എൻ്റർ പാസ്വേഡ്, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കണം, കൺഫേം പാസ്വേഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇത് കൊടുത്ത് ഞാൻ ഇത്രയും നേരത്തെ തന്നെ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാത്തത്. നിങ്ങളെ അത് ഞാൻ കാണിക്കാം. ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്ത് CMIR എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നുണ്ട്. CSIR സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ അവിടെ നിന്ന് കിട്ടും. ഇവിടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ, ഞാൻ ചെയ്തപ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ പറഞ്ഞ് യുവർ രജിസ്ട്രേഷൻ നമ്പർ, ഈ രജിസ്ട്രേഷൻ നമ്പർ. അപ്പം നമ്മൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇവിടെ നിങ്ങൾ ഈ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ
അതായത് ഈ പേജ് നിങ്ങൾ കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും. നിങ്ങൾ ലോഗിൻ ചെയ്യാനുള്ള ആ പേജിലേക്ക് വരും. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ നല്ല വേക്കൻസിയാണ്. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സായത് ഗ്രാജുവേറ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഫീസ് കൊടുക്കണം. അതിൻ്റെ ഇതുണ്ട്, പരീക്ഷയുണ്ട്, അത് എഴുതണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ്. ശരി, എന്നാൽ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.